നമുക്ക് ചുറ്റും ഒത്തിരി ക്ലാസ്സസ് സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ അവൈലബിൾ ആണല്ലേ. ബട്ട് ഇൻ കേസ് ഓഫ് എ കോമ്പറ്റേറ്റീവ് എക്സാം നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ പരീക്ഷ ഹാളിൽ ഇംപ്ലിമെന്റ് ചെയ്യുക അല്ലെങ്കിൽ അത് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ്. അവിടെയാണ് നമ്മുടെ അച്ചീവ്മെന്റ്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കുന്ന കാര്യങ്ങൾ നാളെയോ മറ്റന്നാളോ ഒരു മാസത്തിന് ശേഷമല്ല, ഹെൽത്തി എക്സാം നമ്മൾ ഓർക്കണം. അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് റിവിഷൻ എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ അഡ്രസ് ചെയ്യുന്നത് റെഗുലറായി PSC പഠിക്കുന്ന സ്റ്റുഡൻസിന് മാത്രമല്ല. ഈ ഒരു മറവിയുടെ പ്രശ്നം അല്ലെങ്കിൽ ഓർമ്മക്കുറവ് ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്യുന്നത് ഹൗസ് വൈഫ്സ്, വർക്കിംഗ് ആയിട്ടുള്ള സ്റ്റുഡൻസ്, ഒപ്പം തന്നെ ഇപ്പോൾ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് ഇവരൊക്കെയാണ്. ബിക്കോസ് അവർക്ക് പഠിക്കാനുള്ള സമയം മറ്റുള്ളവരെ അപേക്ഷിച്ച് കുറവാണ്. മാത്രമല്ല ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ പഠിച്ച കാര്യങ്ങൾ മറന്നു പോകാനുള്ള ചാൻസും ഉണ്ട്. സോ റിവിഷൻ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് ഈ പറഞ്ഞ കാറ്റഗറിയിലുള്ള ആൾക്കാർക്കാണ്. ബിക്കോസ് PSC റെഗുലറായിട്ട് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഉറപ്പായിട്ടും അവരുടെ ദൈനംദിന പ്രക്രിയയിൽ റിവിഷൻ കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും. റിവിഷൻ ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്ന ഏറ്റവും നല്ല ഒരു മാർഗ്ഗമാണ് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ പഠിച്ച പോർഷൻസുള്ള ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക എന്നുള്ളത്. സോ നമ്മൾ അതിനുവേണ്ടി നിങ്ങളുടെ മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു ടെസ്റ്റ് സീരീസ്. ഈ ടെസ്റ്റ് സീരീസിന്റെ ഫസ്റ്റ് ബാച്ചും സെക്കൻഡ് ബാച്ചും എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ തേർഡ് ബാച്ചിലേക്ക് എത്തിക്കണം. ബിക്കോസ് ഉദ്യോഗാർത്ഥികൾ അത്രത്തോളം ഡിമാൻഡ് ചെയ്യുന്നുണ്ട് ടെസ്റ്റ് സീരീസുകൾ. ബിക്കോസ് ഇപ്പോഴത്തെ മാറിയ PSCയുടെ ഒരു മാറ്റത്തിനകത്ത് നമുക്ക് ഉയരണം എന്നുണ്ടെങ്കിൽ SSC, UPSC തുടങ്ങിയ ആസ്പിരൻസ് കാലാകാലങ്ങളായി ഫോളോ ചെയ്യുന്ന ഈ ഒരു സ്റ്റഡി മെത്തേഡ് നമ്മളും ഫോളോ ചെയ്യണം. സോ നമ്മുടെ ടെലഗ്രാം ചാനലിലൂടെ നമ്മൾ ഇത്തരത്തിലുള്ള ടെസ്റ്റ് സീരീസുകൾ ഉദ്യോഗാർത്ഥികളിലേക്ക് എത്തുന്നുണ്ട്. അതിൽ ഒത്തിരി ടെസ്റ്റ് സീരീസിനെ പറ്റി കുറച്ച് ഉദ്യോഗാർത്ഥികൾക്ക് കോമൺ ആയിട്ട് ചോദിക്കുന്ന കുറച്ച് ഡൗട്ട്സുകളുണ്ട്. ആ ഡൗട്ട്സുകളും ഈ ടെസ്റ്റ് സീരീസ് അറ്റൻഡ് ചെയ്ത ഉദ്യോഗാർത്ഥികളുടെ ഫീഡ്ബാക്സുമാണ് ഈ ഒരു വീഡിയോ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു ബെനിഫിറ്റ് എന്തെന്ന് മനസ്സിലാക്കിയാലേ നിങ്ങൾക്ക് എന്താണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുക. അതിനുവേണ്ടി ഫസ്റ്റ് ബാച്ചിലെയും സെക്കൻഡ് ബാച്ചിലെയും സ്റ്റുഡൻസിന് ഇപ്പം ഞങ്ങളത് ഇന്ന ബെനിഫിറ്റ് ഉണ്ട്, അങ്ങനെയുണ്ട്, ഇങ്ങനെയുണ്ടെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അത് നമ്മുടെ സ്റ്റുഡൻസ്, ഇത് വർക്കൗട്ട് ചെയ്യുന്ന സ്റ്റുഡൻസ് തന്നെ പറയുന്ന ഫീഡ്ബാക്കുകൾ നമുക്കൊന്ന് കേട്ട് നോക്കാം. അപ്പോൾ എക്സാം അറ്റൻഡ് ചെയ്യാൻ തുടങ്ങിയതിന് മുതലാണ് ടെക്സ്റ്റ് ബുക്ക് ടെക്സ്റ്റ് ബുക്കിലെ ഓരോ ചെറിയ ഡേറ്റ്സ് പോലും കൂടുതൽ സ്ട്രെസ് കൊടുത്ത് പഠിക്കാൻ ശ്രമിക്കുന്നു. കാര്യം ബിക്കോസ് നമ്മുടെ ചോദ്യങ്ങൾ അത്തരത്തിൽ വളരെ കണ്ണിങ് ആയിട്ടാണ് ചോദിക്കുന്നത്. ബിക്കോസ് അങ്ങനെ നമ്മുടെ SCRT നിന്ന് ഒരു പോർഷൻ പോലും നമുക്ക് മിസ് ചെയ്യാനില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ രീതിയിൽ ഉദ്യോഗാർത്ഥികളുടെ ഒരു താല്പര്യം ഉണ്ടാക്കാനാണ് അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുന്നത്. സാധാരണയായി എല്ലാം മൊത്തത്തിൽ നിന്ന് വായിച്ച് പോവുകയായിരുന്നു. ഇപ്പോൾ ചെറിയ കാര്യങ്ങൾ പോലും നന്നായി നോക്കുന്നുണ്ട്, ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ അത്തരത്തിലാണ് ഒരു ഉദ്യോഗാർത്ഥിയുടെ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. മറ്റൊരു ഉദ്യോഗാർത്ഥി പറഞ്ഞാൽ വെരി യൂസ്ഫുൾ ആണ്. ലിസൺ വൈസ് പഠിച്ച് എക്സാം എഴുതുമ്പോൾ കുറച്ച് എഫക്റ്റീവാണ്. അതായത് ചാപ്റ്റർ വൈസ് നമ്മൾ പോകുമ്പോഴത്തേക്ക് ഒരു പർട്ടിക്കുലർ സിസ്റ്റമാറ്റിക് ആയിട്ട് പോകുന്ന പോലെ ഫീൽ ചെയ്യും. നമുക്ക് ഭയങ്കര രസമാണ്. ഒരു ചാപ്റ്റർ മാത്രമേ ഒരു ദിവസം പഠിക്കാനുള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ട് പഠിക്കുന്നവർക്ക്, വീട്ടമ്മമാർക്ക്, മറ്റേതെങ്കിലും കോഴ്സ് ഫോളോ ചെയ്യുന്നവർക്ക് ഇവർക്കെല്ലാവർക്കും വളരെ കൺവീനിയൻ്റ് ആണ് ഇത്തരത്തിൽ റിവിഷൻ കൈകാര്യം ചെയ്യാൻ, അങ്ങനെ ടെസ്റ്റുകൾ പഠിച്ച് അറ്റൻഡ് ചെയ്യാൻ. സോ അതൊരു ഫീഡ്ബാക്കാണ്. മറ്റൊരു ഫീഡ്ബാക്ക് ഇങ്ങനെയാണ്, നല്ല യൂസ്ഫുൾ ആണ്. നേരത്തെ എന്തായാലും നേരത്തെ എല്ലാം പഠിച്ചു തീർന്നു എന്നൊരു ഫീലായിരുന്നു. ബട്ട് ടെസ്റ്റ് സീരീസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഇനി പഠിക്കാനുണ്ടെന്ന് തോന്നുന്നത്. സോ യെസ്, എക്സാക്ട്ലി. ബിക്കോസ് പലരുടെയും എൻ്റെ പർട്ടിക്കുലർ എനിക്ക് അറിയുന്ന ഫ്രണ്ട്സിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ അവരെല്ലാം മുമ്പേ വായിച്ചിട്ടുണ്ട്, പക്ഷേ റിവിഷൻ ചെയ്യാത്തതായിരുന്നു അവരുടെ എക്സാമിലേക്ക് വന്നപ്പോഴത്തേക്ക് ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും നമുക്ക് എവിടെയൊക്കെയാണ് നമ്മൾ വീക്ക്, എവിടെയൊക്കെയാണ് നമ്മൾ സ്ട്രോങ്, എന്തൊക്കെയാണ് കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യേണ്ടത്. സോ ആ രീതിയിൽ പഠിക്കുക. ദെൻ പിന്നെ മറ്റൊരു ഉദ്യോഗാർത്ഥിയുടെ ഫീഡ്ബാക്കാണ്, റിവിഷൻ മെറ്റീരിയലാണ്, നല്ലൊരു റിവിഷൻ മെറ്റീരിയലാണ്. വീക്ക്ലി റിവിഷൻ ഐ എം യൂസിങ് ഇറ്റ് ആസ് മൈ വീക്ക്ലി റിവിഷൻ മെറ്റീരിയലായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഒരു സെക്ഷൻ ഓഫ് ചാപ്റ്റേഴ്സ് പുള്ളിക്കാരൻ പഠിച്ചു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാണ്, വീക്ക്ലിയാണ് എന്ത് ചെയ്യുന്ന ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുന്നത് പറയുന്നത്. ആൻഡ് യൂസ്ഫുൾ ടു ട്രാക്ക് മൈ സ്റ്റഡീസ് ഇൻ റൈറ്റ് പാത്ത്. സ്വന്തം നമ്മൾ ഏറ്റവും പഠനത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണ് നമ്മുടെ അസസ്മെന്റ് ആണ്. സെൽഫ് അസസ് ചെയ്യണം. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്ന റൈറ്റ് ട്രാക്കിലാണ്, നമ്മൾ സ്ഥിരം പഠിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി നമ്മൾ ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്തേ മതിയാകും. അതൊരു മറ്റൊരു ഫീഡ്ബാക്കാണ്. വളരെ നൈസ് ഒരു വഴിയാണത്. ദെൻ ടെസ്റ്റ് സീരീസ് വളരെ ഹെൽപ്ഫുൾ ആണ്. ഈ ടെസ്റ്റ് സീരീസ് ഒന്ന് കമ്പയർ ചെയ്ത് ഇടയ്ക്ക് റിവിഷൻ ടെസ്റ്റ് കൂടി ഉണ്ടാൽ നന്നായി തന്നെ. ഓക്കെ, അതിനെപ്പറ്റി ഞങ്ങൾ ചിന്തിച്ചായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ടെസ്റ്റ് സീരീസിന് ഒരു ഡേറ്റ്, ഇത്ര പർട്ടിക്കുലർ ടെസ്റ്റ് കഴിഞ്ഞ ശേഷം ഒരു ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്. ആ ഡേറ്റിൻ്റെ സമയത്ത് നിങ്ങൾ ഇതുവരെ ചെയ്ത ടെസ്റ്റുകൾ ഒന്നുകൂടെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഡേറ്റ് നിങ്ങൾക്ക് വേണ്ടി ഒഴിച്ചിട്ടുണ്ട്. ദെൻ വളരെ യൂസ്ഫുൾ ആണ്. നേരത്തെ എന്തെങ്കിലും പഠിച്ചു തീർന്നത് ഫീലായിരുന്നു. ഓക്കെ, അത് ഒന്ന് എക്സ്ട്രാ ആയി പോയതാണ്. ദെൻ മറ്റൊരു ഫീഡ്ബാക്ക് ഇങ്ങനെയാണ്, വളരെ ഹെൽപ്ഫുൾ ആണ്. SCRT ഡീപ്പായി പഠിക്കാൻ സാധിക്കുന്നുണ്ട്. ടെസ്റ്റ് സീരീസ് അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മൾ വിട്ടുപോയ പാർട്സ് മനസ്സിലാക്കാൻ സാധിക്കുന്നു. യെസ്, വെരി ഗുഡ്. ദെൻ അടുത്തത് ഇങ്ങനെയാണ്, ഇമ്പോർട്ടൻ്റ് അല്ലെന്ന് ഒഴിവാക്കി കാര്യങ്ങളിൽ ചിലത് പോയിന്റൊക്കെ നോട്ട് ചെയ്യുന്നു. 1-2 എക്സാംസ് അറ്റൻഡ് ചെയ്ത് മനസ്സിലായി. അതായത് നമ്മൾ ഒഴിവാക്കിയ പോർഷൻസ്, ഇമ്പോർട്ടൻ്റ് അല്ലെന്ന് പറഞ്ഞാൽ ഒഴിവാക്കിയ പോർഷൻസ് എന്നൊക്കെ നല്ല ചോദ്യങ്ങൾ വന്നപ്പോഴത്തേക്ക് ആ പോർഷൻസ് എന്ത് ചെയ്യാൻ തുടങ്ങി, വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ സഹായിച്ചു എന്നാണ് പറയുന്നത്. സോ നമ്മൾ അങ്ങനെ തന്നെ പഠിക്കണം. ബിക്കോസ് SCRT നിന്ന് നമുക്ക് ഒരു പർട്ടിക്കുലർ സിലബസിൽ ഒന്നും ഒഴിവാക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ചില ചാപ്റ്റേഴ്സ്, ഫോർ എക്സാമ്പിൾ മീഡിയവൽ ഹിസ്റ്ററീസ് ഒക്കെയാണ് നമുക്ക് ഒഴിവാക്കുന്ന ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ പഠിക്കേണ്ട ചാപ്റ്ററിൽ നിന്നൊന്നും ഒഴിവാക്കാനായിട്ടില്ല. ദെൻ ആൾട്ടർനേറ്റീവ് ഡേയ്സ് ആയതുകൊണ്ട് സബ്ജക്ട്സ് എല്ലാം കവർ ആക്കാൻ പറ്റുന്നുണ്ട് കൂടെ SCRT. യെസ്, എക്സാക്ട്ലി. അത് തന്നെയാണ് ഞങ്ങളുടെ എയിം. ബിക്കോസ് ഈ ഒരു നമുക്കറിയാം, നമ്മൾ കൊടുക്കുന്ന മെറ്റീരിയൽ മാത്രം പഠിക്കുക എന്ന് ഒരിക്കലും ഞങ്ങൾ പറയത്തില്ല. ബിക്കോസ് അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ പ്രീവിയസ് ഇയർ വർക്കൗട്ട് ചെയ്യണം. പ്രീവിയസ് ഇയർ ഇംഗ്ലീഷ്, മലയാളം, മാത്സ് തുടങ്ങിയ വർക്കൗട്ട് ചെയ്യണം. കറണ്ട് അഫേഴ്സ് നിങ്ങൾ ടോപ്പിക് വൈസും സെക്ഷൻ വൈസ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ഫോളോ ചെയ്യണം. പിന്നെ കേരള ഗവേണൻസിൻ്റെ ടോപ്പിക്കുകളൊക്കെ ജസ്റ്റ് വായിച്ച് പോകണം. സോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ അഡീഷണൽ ആയിട്ട് നിങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കണം. പക്ഷേ നിങ്ങൾ ചെയ്യാൻ പാടില്ല ഈ ഒരു ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്ത് റിവിഷൻ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കണം. അത്തരത്തിൽ വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള രീതിയിലാണ് നിങ്ങൾ ഈ ഒരു ടെസ്റ്റുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വാരി വലിച്ച് പഠിക്കേണ്ട ആവശ്യമില്ലെന്ന് മനസ്സിലായി. ക്വസ്റ്റ്യൻ നോക്കി പോയിന്റ്സ് മാത്രം നോക്കി പഠിക്കാൻ പറ്റുന്നുണ്ട്. യെസ്, എക്സാക്ട്ലി. കാര്യം പല ഉദ്യോഗാർത്ഥികളുടെയും ഒരു പ്രശ്നം ഭയങ്കര വിഷമമാണ് അത് കേൾക്കുമ്പോൾ. കാര്യം ഒത്തിരി പഠിക്കാൻ സമയമില്ല, അവർക്ക് പഠിക്കാൻ പല ആൾക്കാർക്കും പല പ്രശ്നങ്ങളാണ്. സമയമില്ല. ആ സമയത്തിനുള്ളിൽ ഇപ്പോൾ ചില കോഴ്സിലൊക്കെ ജോലി ചെയ്തവർക്ക് ഒത്തിരി മെറ്റീരിയൽ കൊടുക്കുന്നുണ്ട് പഠിക്കണം. അപ്പോൾ അത് അങ്ങനെ വാരി വലിച്ച് പഠിക്കുമ്പോൾ സമയം കിട്ടാറില്ല, റിവിഷൻ ചെയ്യാൻ പറ്റാറില്ല. സോ അത്തരത്തിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വളരെ ഹെൽപ്ഫുൾ ആണെന്ന് പറയുന്നുണ്ട്. ദെൻ
മറ്റൊരു ഫീഡ്ബാക്ക് ഇങ്ങനെയാണ്, സ്റ്റാർട്ടിംഗ് ഒക്കെ കിട്ടാതിരിക്കുമായിരുന്നു, ഗുഡ് മൊമെന്റ് ആയിട്ടുണ്ട് എന്തായാലും അപ്ഡേറ്റ് ടീമിന് പർച്ചേസ് ഓക്കെ. അതായത് ഒരു സ്റ്റാർട്ടിംഗ് കിട്ടാതിരിക്കുന്ന ആൾക്കാർക്ക് ബിക്കോസ് വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ള രീതിയിൽ വളരെ രസകരമായിട്ടുള്ള ടൈം ടേബിൾ ഫോളോ ചെയ്താണ് നമ്മൾ ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു രസം കിട്ടും. ബിക്കോസ് ഓരോ ദിവസം ഓരോ ടെസ്റ്റുകൾ വരുന്നു, അത് അറ്റൻഡ് ചെയ്യുന്നു, മാർക്ക് മേടിക്കുന്നു, ദെൻ പിറ്റേ ദിവസത്തെ ടെസ്റ്റിന് വളരെ ചെറിയ കാര്യങ്ങളാണല്ലോ, ഒരു ചാപ്റ്റർ ഈസി ആയിട്ട് പഠിച്ചു പോകും. അപ്പോൾ എന്ത് തിരക്കുണ്ടെങ്കിൽ പോലും നമുക്കൊരു ചാപ്റ്റർ പഠിച്ചു പോയി കഴിഞ്ഞാൽ അത്രയും സമാധാനമായി. ഓക്കെ, ദെൻ അടുത്തൊരു ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് വളരെ യൂസ്ഫുൾ ആണ്, പല രീതിയിലും സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്നുണ്ട്, അതിനോടൊപ്പം പുതിയ ചോദ്യങ്ങൾ പരിചയപ്പെടാൻ കഴിയുന്നത്. യെസ്, നമ്മുടെ ടെസ്റ്റ് സീരീസിന് ഇപ്പോൾ പലരും ടെസ്റ്റുകൾ കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വെറുതെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. സോ അതിലൊന്നും കാര്യമില്ല. നമ്മളിപ്പോൾ ഇപ്പോഴത്തെ ഒരു PSC മാതൃകയിൽ ഉള്ള ക്വസ്റ്റ്യൻസ്, അതായത് ഡയറക്റ്റ് ആസ് വെൽ ആസ് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്താണ് ടെസ്റ്റ് സീരീസ് പ്രിപ്പയർ ചെയ്യുന്നത്. ബിക്കോസ് അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തിട്ട് കാര്യമുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലൊക്കെയാണ് ഉദ്യോഗാർത്ഥികളുടെ ഒരു ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. സോ അതിൽ നിന്നൊക്കെ വളരെ സന്തോഷമുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും, ഞങ്ങളുടെ ടീമിന് എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. ഒപ്പം തന്നെ ഇത് ഒത്തിരി ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു ടെസ്റ്റ് സീരീസ് ഉപകാരപ്പെടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. പിന്നെ ടെസ്റ്റ് സീരീസിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവർ കുറച്ച് ഡൗട്ട്സ് ഒക്കെ ചോദിക്കാറുണ്ട്. സോ നമുക്ക് കോമൺ ആയിട്ട് അവർ ചോദിക്കുന്ന ഡൗട്ട്സുകൾ ഒന്ന് അഡ്രസ് ചെയ്യാം. നമ്മുടെ ടെസ്റ്റ് സീരീസിൽ SCRT മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. ബിക്കോസ് SCRT കൂടുതൽ ഫോക്കസ് കൊടുത്ത് ഞങ്ങളത് പറയുന്നതുകൊണ്ടാണ് അത്തരത്തിലുള്ള ഡൗട്ട് തോന്നാൻ കാര്യം. SCRT മാത്രമല്ല, നമ്മുടെ സിലബസിലെ എല്ലാ ടോപ്പിക്സുകളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ടച്ച് ചെയ്ത് പോകുന്നുണ്ട്. ബിക്കോസ് നമ്മൾ SCRT കൂടുതൽ പരിഗണന കൊടുക്കുന്നത് അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ കൂടുതൽ ചോദിക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് നമ്മുടെ ടെസ്റ്റ് സീരീസിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് 55ഓളം SCRT 66ഓളം SCRT ചാപ്റ്റർ വൈസ് ടെസ്റ്റുകളാണ്. അതിനകത്ത് 66 ചാപ്റ്ററേ നമുക്ക് പഠിക്കാനുള്ളൂ എന്നല്ല, പകരം നമുക്ക് വെയിറ്റേജ് കൊടുക്കേണ്ട അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കണ്ടന്റ് ഉള്ള ചാപ്റ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അതിന് ഒരു ഫുൾ ലെന്ത് ടെസ്റ്റ് ആയിട്ടും, ഒപ്പം തന്നെ ചെറിയ ചാപ്റ്റേഴ്സ് ആണെങ്കിൽ കമ്പൈൻ ടെസ്റ്റ് ആയിട്ടാണ് കണ്ടക്ട് ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് ഈ 66 ടെസ്റ്റുകളായിട്ട് അത് കണ്ടക്ട് ചെയ്യപ്പെടുന്നത്. ബിക്കോസ് നമുക്ക് സമയം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ ചാപ്റ്റേഴ്സ് ഒത്തിരി ക്വസ്റ്റ്യൻ ചെയ്യുന്നതല്ല, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് പോകുന്നതിലാണ് കാര്യമിരിക്കുന്നത്. ദെൻ നമുക്ക് അടുത്തത് ഒരു ഡൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി SCRT അല്ലാത്ത ടോപ്പിക്സുള്ള ടെസ്റ്റുകളുണ്ടെന്നാണ്. യെസ്, നമ്മുടെ സിലബസിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സബ് ഡിവൈഡ് ചെയ്തിട്ട് 22 ടോപ്പിക്സുകളായി തിരിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഹിസ്റ്ററിനെ 3ആയി തിരിച്ച് വേൾഡ് ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി, കേരള ഹിസ്റ്ററി, അങ്ങനെ 3ആയിട്ട് തിരിച്ച്, അത്തരത്തിൽ ജോഗ്രഫീനെ തിരിച്ച്, അങ്ങനെ ടോപ്പിക് ബേസ് ടെസ്റ്റുകൾ ആഫ്റ്റർ SCRT ടെസ്റ്റുകൾ നമ്മൾ നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സിലബസിന് സിലബസിലൂടെ ഒരു ഓവറോൾ റിവിഷൻ നിങ്ങൾക്ക് സാധ്യമാകും. ദെൻ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫുൾ ടെസ്റ്റുകളാണ്. ഫുൾ ടെസ്റ്റുകൾ ഇൻ ദ സെൻസ് എന്താണ്, കഴിഞ്ഞ LDC വേരിയസിൻ്റെ മാതൃകയിൽ പ്രിപ്പയർ ചെയ്തിട്ടുള്ള 5 ഫുൾ ടെസ്റ്റ്, അത് നിങ്ങൾക്ക് പരീക്ഷയോടനുബന്ധിച്ചായിരിക്കും അവൈലബിൾ ആകുക. ദെൻ മറ്റൊരു ചോദ്യമാണ്, എല്ലാ ചാപ്റ്റേഴ്സും കവർ ചെയ്യുന്നുണ്ടെന്ന്. ഞാൻ മുമ്പ് പറഞ്ഞ കാര്യം തന്നെയാണ്, എല്ലാ ചാപ്റ്റേഴ്സും നമുക്ക് LDC പരീക്ഷയ്ക്ക് ആവശ്യമില്ല. പക്ഷേ ആവശ്യമുള്ള ചാപ്റ്റേഴ്സ് എല്ലാം നമ്മൾ ഈ 66 ടെസ്റ്റുകളിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ മലയാളത്തിലാണ് നമ്മുടെ ടെസ്റ്റുകൾ വരുന്നത്. ഇനി പലരുടെയും സംശയം, ഇപ്പോൾ വേണമെങ്കിൽ ഈ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാമെന്നാണ്. ബിക്കോസ് ചിലർ വർക്കിംഗ് ആയിട്ടുള്ള ആളുകളുണ്ട്, ഹൗസ് വൈഫുകളുണ്ട്, എന്താണ് ഡിഗ്രി ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവർക്കെല്ലാം സമയം എന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ടാണ്. ഇന്ന സമയത്ത് തന്നെ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യണം, അങ്ങനെയില്ല. നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഏത് സമയത്ത് വേണമെങ്കിലും, അല്ലെങ്കിൽ നാളത്തേക്ക് മാറ്റി വെക്കണമെങ്കിൽ അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഈ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ദെൻ ഒരു സംശയം, ഇനി നമ്മൾ ഈ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ വേറെ ആപ്പ് വല്ലതും ഓപ്പൺ ചെയ്യണോ, അത് ടെലഗ്രാമിൽ തന്നെയാണോ? യെസ്, ടെലഗ്രാമിൽ തന്നെയാണ് നിങ്ങൾക്ക് ഈ ഒരു ടെസ്റ്റ് നിങ്ങൾക്ക് അവൈലബിൾ ആവുക. നിങ്ങൾ ഇനി മറ്റൊരു സംശയം, എങ്ങനെ ജോയിൻ ചെയ്യണം എന്നാണ്. അപ്പോൾ ജോയിൻ ചെയ്യാൻ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ പബ്ലിക് ചാനലുണ്ട്, അതിൽ ജോയിൻ ചെയ്യാം. അതിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഷെഡ്യൂൾ ഇൻ ദ സെൻസ് ഇതിൻ്റെ ടൈം ടേബിൾ, നമ്മൾ ഏത് ടൈം ടേബിൾ ഫോളോ ചെയ്താണ് ഈ ഒരു ടെസ്റ്റുകൾ തരുന്നത്. അപ്പോൾ നിങ്ങൾ കൃത്യമായി നേരത്തെ കൂട്ടി ടൈം ടേബിളും ഇന്ന ടോപ്പിക്കാണ് പഠിക്കേണ്ടതെന്നൊക്കെ ഉണ്ടായിരിക്കും. വാരി വലിച്ച ടോപ്പിക്സ് ഒന്നും ഞങ്ങൾ തരുന്നില്ല. ഞങ്ങൾ കൃത്യമായിട്ട് തരുന്നത് SCRT ചാപ്റ്റേഴ്സിൻ്റെ ടോപ്പിക്സുകൾ, SCRT ചാപ്റ്റേഴ്സ് തന്നെയാണ് തരുന്നത് പഠിക്കാൻ. അപ്പോൾ ആ ഒരു ചാപ്റ്റർ അതുപോലെ പഠിക്കുക, ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക. 66 ടെസ്റ്റ് അത്തരത്തിലുള്ളതാണ്. പിന്നെ ടോപ്പിക് വൈസ് ടെസ്റ്റിലേക്ക് വരുമ്പോഴത്തേക്കും എന്താണ്, നിങ്ങൾക്ക് ഇന്ന സിലബസ് പറഞ്ഞിട്ടുണ്ടായിരിക്കും, ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു ടോപ്പിക്ക് നിങ്ങൾ പഠിക്കുക. അപ്പോൾ ബിക്കോസ് നമ്മളൊരു മെറ്റീരിയൽ തരാത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങളൊരു മെറ്റീരിയൽ തരുന്നതല്ല, ഞങ്ങളുടെ മെറ്റീരിയൽ ആയിരിക്കില്ല PSC ചോദിക്കുന്നത്. PSCക്ക് അങ്ങനെ ഒരു പർട്ടിക്കുലർ മെറ്റീരിയലിനോട് ഒരു ചായ്വൊന്നുമില്ല. PSC തരുന്ന ഒരു സിലബസാണ്. അപ്പോൾ നമ്മൾ വേണം ആ റിസോഴ്സ് കണ്ടെത്തി പഠിക്കാൻ. ഇപ്പോൾ PSC എടുക്കുന്ന ഏറ്റവും വലിയ റിസോഴ്സ് എന്ന് പറയുന്നത് SCRT ടെസ്റ്റ് തന്നെയാണ്. അത് ആ ഒരു ടെസ്റ്റ് ഇപ്പോൾ ഇല്ലാത്തവർക്ക് എന്ന് വേണ്ടിയിട്ട് നമ്മളൊരു ടെസ്റ്റിൻ്റെ PDF ചാനൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ടെലഗ്രാം ചാനലിൽ തന്നെ നമ്മുടെ ടൈം ടേബിളും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും എല്ലാം ഇട്ടിട്ടുണ്ട്. അതെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം അതിലൊരു നമ്പർ പറയുന്നുണ്ട്, 7012300492. ഈ ഒരു നമ്പറിലേക്ക് ഗൂഗിൾ പേ ചെയ്യുക. GPay ചെയ്തതിന് ശേഷം അതിലൊരു ID പറയുന്നുണ്ട്, നമ്മുടെ ടെലഗ്രാം ID ആണ് @motiemind എന്ന് പറഞ്ഞിട്ട് ID പറയുന്നുണ്ട്. ആ ഒരു ഐഡിയിലോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്ഡേറ്റ് അഡ്മിൻ എന്ന് പറഞ്ഞ ID ആണ്. ആ ഒരു ഐഡിയിലോട്ട് എന്ത് ചെയ്യുക, സ്ക്രീൻഷോട്ട് അയക്കുക. സോ അപ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യും, ഇത്തവണത്തെ ബാച്ചിലേക്ക് ആഡ് ചെയ്യുന്നതാണ്. ഈ ബാച്ച് തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ ഫെബ്രുവരി 1-നാണ്. ജനുവരി 1-നും ഡിസംബർ 1-നും ഒരു ബാച്ച് ഉണ്ടായിരുന്നു. സോ ആ ബാച്ച് പോലെ തന്നെയാണ്, അതേ സെയിം ടൈം ടേബിളൊക്കെ തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. പക്ഷേ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫെബ്രുവരി 1-നാണ്. സോ ആ ഒരു രീതിയിൽ ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒത്തിരി നമ്മൾ സാധാരണഗതിയിൽ എല്ലാവരും പഠിക്കുന്ന രീതിയിൽ പഠിക്കുന്നതിനേക്കാൾ ആരാണോ കൂടുതൽ എഫേർട്ട് കൊടുക്കുന്നത്, അല്ലെങ്കിൽ കൂടുതൽ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ഒരു കാര്യം ചെയ്യുന്നത്, അയാളായിരിക്കും അതിൽ മികച്ച് നിൽക്കുക. യെസ്, അപ്പോൾ നമ്മൾ സ്ഥിരം ചെയ്യുന്ന പഠിത്തത്തിനുപരി നമ്മളൊരു റിവിഷന് വേണ്ടി ഒരു പർട്ടിക്കുലർ ടൈം മാറ്റി വയ്ക്കുകയും അത് ഫോളോ ചെയ്യുകയും നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ സ്ട്രോങ് ആക്കുകയും ചെയ്ത് പോകുന്നതിലാണ് കാര്യമിരിക്കുന്നത്. ഒത്തിരി വലിച്ച് പഠിക്കുന്നതിലല്ല, പഠിച്ച കാര്യങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ പരീക്ഷയിൽ പ്രകടിപ്പിക്കാൻ കഴിയുന്ന, പരീക്ഷയിൽ എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്ന ഒരാൾക്കാണ് എന്ത് ചെയ്യുക, മികച്ച നേടാൻ സാധിക്കുക. അപ്പോൾ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ റിവിഷൻ സ്ട്രോങ് ആക്കുക. അതിപ്പോൾ നമ്മുടെ സീരീസ് എന്നല്ല, ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് എന്തായിരിക്കും, അതൊരു വാർത്തായിരിക്കും. So thanks for watching Update PC. Thank you all.